സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളന വേദിയിലെ പ്രതിഷേധത്തെ ചൊല്ലി സ്കൂളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതും നിസ്സാരക്കാരല്ല. അടുത്ത കായികമേളയ്ക്ക് നിന്ന് വിലക്കിയിരിക്കുന്നത് NMHS തിരുനാവായ, അതിനോടൊപ്പം മാർബേസിൽ അല്ലെ. കായികമേള പറയുമ്പോൾ തന്നെ നമുക്ക് മാർബേസിലെ പേരാണ്. മാർബേസിലും കോതമംഗലം സെന്റ് ജോർജുമാണ് ഒരു കാലത്ത് എപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം നിന്ന് ആ മേഖലയിലേക്കാണ് തിരുനാവായ സ്കൂളൊക്കെ കടന്നു വന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയൊക്കെ വലിയ ബഹളങ്ങൾ ഉണ്ടായതായിരുന്നു. പോയിന്റ് പങ്കുവയ്ക്കലിനെ കുറിച്ചൊക്കെ അവസാനം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. TS ഹരീഷിനുണ്ട്. ഹരി, ഇത് സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. മാർബേസിലും തിരുനാവായ സ്കൂളും ഒക്കെ വിലക്ക് അടുത്ത വർഷം കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലേ. അടുത്ത വർഷത്തേക്ക് അവർ ഇപ്പോഴേ അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഇങ്ങനൊരു വിലക്കിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ കുറച്ച് കാരണങ്ങളും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിൽ ദിവിഷ് പറഞ്ഞ പോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. നവംബർ 4 മുതൽ 11 വരെയാണ് 2024 നവംബർ 4 മുതൽ 11 വരെയാണ് എറണാകുളത്ത് സ്കൂൾ കായികമേള നടക്കുന്നത്. ആ സമയത്ത് അതിന്റെ സമാപന സമ്മേളനത്തിലാണ് ചില സ്കൂളുകൾ പ്രതിഷേധിച്ചത്. പോയിന്റ് പങ്കുവയ്ക്കണം എന്നൊക്കെ പല അഭിപ്രായങ്ങൾ വരികയും ചെയ്തു. അന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3 അംഗ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ഈ വിഷയം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി. അതിനുശേഷം ഈ 3 അംഗ കമ്മിറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ഈ സ്കൂളുകൾ ശ്രമിച്ചു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ നിർണായകമായ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ 2 സ്കൂളുകൾക്കും 2025-26 സമയത്തെ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിന്റെ തുടർ ചലനങ്ങൾ എന്തൊക്കെയാകുമെന്ന് വരും ദിവസങ്ങളിൽ. അതായത് ഈ കായികമേളയുടെ മാനുവലിൽ വന്ന പരിഷ്കരണത്തിന്റെ പേരിലാണ് മികച്ച സ്കൂൾ എന്ന ഒരു കൊടുക്കുന്ന രീതി മാറിയത് എന്നാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയൊരു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷെ അത് സംബന്ധിച്ച് സ്കൂളുകൾക്കൊന്നും ഒരു വിശദീകരണവും നൽകിയിരുന്നില്ല. അതെ, ട്രോഫി വാങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവരല്ല എന്നറിയുന്നത്. സ്വാഭാവിക പ്രതികരണം ഉണ്ടാകും. അന്ന് പോലീസ് മർദ്ദിച്ചുവെന്ന്, മാധ്യമങ്ങളില്ലെങ്കിൽ നിന്നെയൊക്കെ കാണിച്ചു തരാമായിരുന്നു എന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്ന് എന്നൊക്കെ ചില പരാതികൾ കൂടി അന്നുണ്ടായിരുന്നല്ലോ. അതിൽ അന്വേഷണം ഉണ്ടായോ? മാത്രമല്ല ഇത്രയും കുട്ടികളുടെ ഒരു അവസരമാണ്. ഒരു വർഷം മിസ്സാവുക എന്ന് പറഞ്ഞാൽ കായിക താരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. ഇത്രയും കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകാൻ അത് സംബന്ധിച്ചുള്ള അന്വേഷണം കൂടി ഈ കമ്മിറ്റിയുടെ പരിധിയിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഈ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി അറിയില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് തുടർ നടപടി വരും ആ ഉത്തരവിൽ പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു, അതിന്റെ പേരിൽ ഈ 2 സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് ഈ 2025-26 സമയത്തെ വിലക്കാണ്. അല്ല, ഒരു കാര്യം, ഇവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളില്ലേ ഹരി സ്കൂളുകൾക്ക്? സ്വാഭാവികമായും ഇവരത് ചോദ്യം ചെയ്യും, ആ കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ 2 സ്കൂളുകൾ എന്ന് പറയുമ്പോൾ നിരവധി കുട്ടികളുണ്ട്, ഭാവിയിലെ താരങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വർഷം നിർണായകമായ ഒരു വർഷം നഷ്ടമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിയമ നടപടികളുമായി ഈ 2 സ്കൂളുകളും മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.